Assalamu alaikum. Hi dears. Welcome to our EVS class. We can go to a new chapter. Are you ready? You can start the class with the dua. Say dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu. Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. അപ്പം നമുക്ക് 9 ചാപ്റ്ററൊക്കെ പഠിച്ചു നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയൊരു ചാപ്റ്ററിൻ്റെ പേരാണ് ചാപ്റ്റർ 10 ഫോഴ്സ്. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? ഫോഴ്സ്. അപ്പോൾ എന്താണ് ഫോഴ്സ് എന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാം. നമ്മൾ വെൻ യു ഓപ്പൺ എ ഡോർ, അതായത് നമ്മുടെ വീട്, നമുക്ക് ഡോറ് തുറക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചുമ്മാ ചെന്ന് ഡോറിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചുമ്മാ നമ്മൾ ചെന്ന് എന്ത് ചെയ്യണം? ഡോറിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന ഡോർ തുറന്നു വരുമോ? നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് നമ്മളൊരു ബലം കൊടുക്കണല്ലേ, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ആ ഡോർ ഒന്നുകിൽ എന്ത് ചെയ്യാൻ പറ്റൂ, തുറക്കാൻ പറ്റൂ, അതല്ലെങ്കിൽ നമുക്ക് ഡോർ അടയ്ക്കണം. എങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡോറിനകത്ത് നമ്മൾ എന്ത് എടുക്കണം? ഒരു ബലം പ്രയോഗിക്കണം. അപ്പോൾ അത് ഒരു കാര്യം. ഇപ്പം മിസ് ഇവിടെ മിസ്സിൻ്റെ മുന്നിലൊരു ഡെസ്ക് ഉണ്ട്. മിസ്സിന് എന്ത് ചെയ്യണം? ഈ ഡെസ്ക് ഇങ്ങനെ തള്ളി കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് നീക്കണം. അപ്പോൾ മിസ് എന്ത് ചെയ്യണം? ചുമ്മാ ഈ ഡെസ്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ? ഇല്ല. ഈ ഡെസ്ക് നീക്കണമെങ്കിൽ മിസ് എന്ത് ചെയ്യണം? കുറച്ച് ഒരു ബലം പ്രയോഗിച്ച് മിസ് ഇങ്ങനെ തള്ളണം. എങ്കിൽ മാത്രമേ എന്ത് പറ്റൂ? ആ ഡെസ്ക് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങും. മിസ്സിന് എന്ത് ചെയ്യണം? ഈ ഡെസ്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് മിസ്സിൻ്റെ അടുത്തോട്ട് നീക്കണം. മിസ് എന്ത് ചെയ്യണം അന്നേരം? ഇങ്ങനെ കുറച്ച് ബലം അതിനകത്ത് പ്രയോഗിച്ച് മുന്നിലോട്ട് വലിക്കണം. എങ്കിൽ മാത്രമേ ആ ഡെസ്ക് മിസ്സിൻ്റെ അടുത്തോട്ട് നീങ്ങുകയുള്ളൂ. അപ്പോൾ ഇതാണ് എന്ത് നമ്മൾ പഠിക്കുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? എ പുഷ് ഓർ എ പുൾ. നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ എന്ത് ചെയ്യണം? ഒരു പുഷ് കൊടുക്കണം, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു പുള്ള് കൊടുക്കണം. അപ്പോൾ ഇതിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത്? ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 104. പേജ് നമ്പർ 104 കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കാണുന്ന പിക്ചേഴ്സ് ഏതൊക്കെയാണ് നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു ബോയ് എന്ത് ചെയ്യാണ്? ആ ബോയ് ഇങ്ങനെ കാറിങ്ങനെ തള്ളുവാണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? അവിടെ പുഷാണോ പുള്ളാണോ? പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? തള്ളുക. പുള്ളെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ അകത്തോട്ട് വലിക്കുക. അതിനെയാണ് പുള്ളെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇപ്പം മിക്ക ഷോപ്പുകളിൽ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുഷ് ഓർ പുള്ളെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പുഷ് ചെയ്യേണ്ട സ്ഥലം നമ്മൾ പുള്ള് ചെയ്താൽ ഡോർ വരുമോ? ഇല്ല. പുഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അങ്ങോട്ട്, അതായത് നമ്മൾ ഏത് ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നത് ആ ഡയറക്ഷനിലോട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത്? പുഷ് ആവുന്നത്. അപ്പോൾ പുള്ളെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഏത് ഡയറക്ഷനിലാണോ ഡോറ് വരേണ്ടത് ആ ഡോറിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻസേർട്ട്, നമ്മൾ ഫോഴ്സിനെ അകത്തോട്ട് വലിക്കണം. എങ്കിൽ മാത്രമേ അവിടെ പുൾ എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ എന്താണ് പുഷ്? ഇപ്പോൾ ഫസ്റ്റ് പിക്ചർ എ കാറ്. എന്താണ്? പുഷാണോ പുള്ളാണോ? കാറിന് ഈ കുട്ടി തള്ളാൻ നോക്കണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? പുഷ് ദ കാർ. എന്താണ്? ഫസ്റ്റ് പിക്ചർ ഈസ് പുഷ് ദ കാർ അല്ലേ. കാറിന് തള്ളാൻ നോക്കുവാണേ. നെക്സ്റ്റ് എന്താണ്? ഒരു റോപ്പിനകത്ത് രണ്ട് ടീമുകൾ തമ്മിൽ ആ റോപ്പിന് ഇങ്ങനെ വലിക്കുവാണ്. അപ്പം ഒരു ടീം എന്ത് ചെയ്യുന്നു? അവരുടെ സ്പേസിലോട്ട് വലിക്കുന്നു. മറ്റൊരു ടീം എന്ത് ചെയ്യുന്നു? അവരുടെ സ്ഥലത്തോട്ട് ഈ റോപ്പ് ഇങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ എന്താണ് അവിടെ? പുൾ ദ റോപ്പ് അല്ലേ. എന്താണ്? പുൾ. അവർ രണ്ടുപേരും അവരവരുടെ സ്ഥലത്തോട്ടാണ് വലിക്കുന്നത്. പുൾ ദ റോപ്പ്. ഓക്കെ. തേർഡ് പിക്ചർ എന്താണ്? ആ പെൺകുട്ടി എന്താ ചെയ്യുന്നത്? ഒരു ബാസ്ക്കറ്റ് ഇങ്ങനെ പുഷ് ചെയ്യണല്ലേ. പുഷ് ദ ബാസ്ക്കറ്റ്. ഗിവ് വൺ എക്സാമ്പിൾ ഈച്ച് ഓഫ് പുഷിങ് ആൻഡ് പുള്ളിങ് ഫ്രം എവറിഡേ ലൈഫ്. അത് നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ എന്തൊക്കെ പുഷാണോ പുള്ളാണോ നിങ്ങൾ വീട്ടിലുകളിൽ ചെയ്യുന്നത്. ഓരോ ആക്ഷൻ നടക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഒരു പുഷ് കൊടുക്കണം, അതല്ലെങ്കിൽ ഒരു പുള്ള് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് എക്സാമ്പിൾ സ്വന്തമായിട്ട് ചെയ്യണം അല്ലേ. നമ്മൾ ഊഞ്ഞാലാട്ടുന്നവരാണ്. അപ്പം ഊഞ്ഞാലാട്ടുമ്പോഴും എന്താണ്? വെറുതെ നിന്നാൽ ഊഞ്ഞാലാടുമോ? ഊഞ്ഞാലിനെ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം? പുഷ് ചെയ്യണം, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? പുള്ള് ചെയ്യണം. അതുപോലെ ഓരോ ആക്ഷനും എന്തുണ്ട്? അവിടെ ഒരു ഫോഴ്സ് വേണമെങ്കിൽ എന്ത് വേണം? ഒരു പുഷോ ഒരു പുള്ളോ അവിടെ ആക്ടിങ് ആവണം. അപ്പോൾ എന്താണ് പുഷ് ആൻഡ് പുൾ എന്ന് നമുക്ക് നോക്കാം. എ പുഷ് ഓർ പുൾ ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഫോഴ്സ്. അപ്പോൾ വാട്ട് ഈസ് ഫോഴ്സ്? എ പുഷ് ഓർ പുൾ ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഫോഴ്സ്. വി ക്യാൻ സീ ഹിയർ ടു പിക്ചേഴ്സ്. ക്യാൻ യു സീ ദിസ്? One boy sitting in a swing and another one is pushing. Okay,
അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഊഞ്ഞാലിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ആടാൻ പറ്റും. എങ്കിൽ തന്നെ നമ്മൾ പുറകിൽ നിന്ന് ഒരാൾ നമ്മൾ എന്ത് ചെയ്യണം? പുഷ് ചെയ്താലോ നമുക്ക് കുറച്ച് ദൂരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വിങ് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നീട് എന്താണ് ഈ പെൺകുട്ടി എന്താ ചെയ്യുന്നത്? ആ ഡോറിങ്ങനെ അകത്തോട്ട് പുള്ള് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ അതൊക്കെയാണ് എന്ത്? പുഷ് ആൻഡ് പുൾ. A push or pull acting on an object is called force. അപ്പോൾ what is force? Force എന്താണ്? A push or pull acting on an object is called force. ഇപ്പം തന്നെ എല്ലാവരും പഠിച്ചോണം എന്താണ് ഫോഴ്സ് എന്ന്. ഒരു ക്വസ്റ്റ്യൻ ആണ്. A push or a pull acting on an object is called force. A push or pull acting on an object is called force. അതായത് ഒരു തള്ളോ ഒരു വലിവോ നടന്നെങ്കിൽ മാത്രമേ എന്ത് പറ്റൂ? അവിടെ ഒരു ബലം പ്രയോഗിച്ചെന്ന് പറയാൻ പറ്റൂ. ഫോഴ്സിന് മലയാളം എന്താണ്? ബലം അല്ലേ? ഇറ്റ് ക്യാൻ മൂവ് ആൻ ഒബ്ജെക്റ്റ് ഓർ എ പേഴ്സൺ ഫ്രം വൺ പ്ലേസ് ടു അനദർ. നമ്മളിവിടെ നിൽക്കുവാണ്. നമ്മൾ പുറകിൽ നിന്ന് വന്ന് ഒരാൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തള്ളുവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മുന്നോട്ട് വീഴാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് കുറച്ച് മാറുന്നു അല്ലേ? അപ്പോൾ അവിടെ എന്ത് നടന്നു? ഒരു പുഷ് നടന്നു. അപ്പം നമ്മൾ ഒരാൾ പുറകിൽ നിന്ന് അങ്ങോട്ട് വലിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ബാക്കിലോട്ട് അവരുടെ സ്ഥലത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നീങ്ങുന്നു. അപ്പോൾ അവിടെ എന്താണ്? പുൾ നടക്കുന്നു. അപ്പോൾ എന്താണ്? ഒരു പുഷോ ഒരു പുൾ നടന്നെങ്കിൽ മാത്രമേ അവിടെ എന്ത് പറ്റൂ? ഒരു ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് ഫോഴ്സ്? എ പുഷ് ഓർ പുൾ ആക്ടിങ് ഓൺ ആൻ ഒബ്ജെക്റ്റ് ഈസ് കോൾഡ് ഫോഴ്സ്. ഇറ്റ് ക്യാൻ ചേഞ്ച് ദ പ്ലേസ് അല്ലേ? ഇറ്റ് ക്യാൻ ചേഞ്ച് ആൻ ഒബ്ജെക്റ്റ് ഓർ എ പേഴ്സൺ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെയോ ഒരു പേഴ്സണെയോ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. എന്തിനാണ്? ഈ ഫോഴ്സിന്. ഇറ്റ് ക്യാൻ സ്റ്റോപ്പ് എ മൂവിങ് ബോഡി ഓർ ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ. അപ്പോൾ എന്താണ്? ഒരു മൂവ് ചെയ്യുന്ന ഒരു ബോഡിയെ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഒരു ടോയ് കാർ ഇങ്ങനെ ഓടി വരുവാണ്. നമുക്കത് നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ഒരു ബലം പ്രയോഗിക്കണം. നമ്മൾ എന്തെങ്കിലും ഒന്നൊണ്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. അപ്പം എന്ത് ചെയ്യും? അപ്പം ഈ ഫോഴ്സിന് എന്തൊക്കെ കഴിവുകളുണ്ടെന്നാണ് പറയുന്നത്? ഇറ്റ് ക്യാൻ മൂവ് എ പേഴ്സൺ ഓർ എ തിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വസ്തുവിനെ അതിൻ്റെ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യണമെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിലും എന്ത് വേണം? ഒരു ഫോഴ്സ് അവിടെ പ്രയോഗിക്കണം. അതുപോലെ ഇറ്റ് ക്യാൻ സ്റ്റോപ്പ് എ മൂവിങ് ബോഡി ഓർ ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ. ഇപ്പോൾ ഒരു ചലിക്കുന്ന വസ്തുവിനെ നിശ്ചലമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യണം. ഇറ്റ് ക്യാൻ ഈവൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജെക്റ്റ്. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ ഷേപ്പ് മാറണമെങ്കിൽ തന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ അമ്മിമാർ ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? ആ മാവിനെ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആ മാവിനെ നമ്മൾ എടുക്കുന്നു, റോളാക്കി നമ്മൾ എടുക്കുന്നു അല്ലേ? അപ്പം നമ്മൾ പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് വീശി ബലം പ്രയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നന്നായിട്ട് വീശി നമ്മൾ എന്ത് ചെയ്യുന്നു? പൊറോട്ടയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ ഫോഴ്സ് എന്താണ്? എ പുഷ് ഓർ പുൾ ആക്ടിങ് ഓൺ ആൻ ഒബ്ജെക്റ്റ് ഈസ് കോൾഡ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെയാണ്? ഇറ്റ് ക്യാൻ മൂവ് ആൻ ഒബ്ജെക്റ്റ്. എന്തൊക്കെയാണ് അതിന് ഫോഴ്സിൻ്റെ പെക്യൂലിയാരിറ്റീസ്? ഇറ്റ് ക്യാൻ മൂവ് ആൻ ഒബ്ജെക്റ്റ് ഓർ എ പേഴ്സൺ അല്ലേ? ഒരു ഒബ്ജക്റ്റിനെയോ ഒരു പേഴ്സണെയോ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നു. എവിടോട്ടാണ്? ഫ്രം വൺ പ്ലേസ് ടു അനദർ. പിന്നെന്താണ്? ഇറ്റ് ക്യാൻ സ്റ്റോപ്പ് എ മൂവിങ് ബോഡി. ഇറ്റ് ക്യാൻ സ്റ്റോപ്പ് എ മൂവിങ് ബോഡി. ചലിക്കുന്ന ഒരു ബോഡിയെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോഴ്സ് വേണം. പിന്നെന്താണ്? ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദ ഒബ്ജെക്റ്റ്. ഒരു വസ്തുവിൻ്റെ ഷേപ്പും മാറ്റണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്? ഇറ്റ് ക്യാൻ മൂവ് ആൻ ഒബ്ജെക്റ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഇറ്റ് ക്യാൻ മൂവ് ആൻ ഒബ്ജെക്റ്റ്. ഒരു ഒബ്ജക്റ്റിന് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഇറ്റ് ക്യാൻ സ്റ്റോപ്പ് എ മൂവിങ് ബോഡി. ഒരു മൂവിങ് ബോഡിയെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് അവിടെ കൊടുക്കണം. ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദ ഒബ്ജെക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പും മാറ്റണമെങ്കിൽ എന്ത് പറ്റും? ഫോഴ്സ് അപ്ലൈ ചെയ്യണം. വി കനോട്ട് സീ ഫോഴ്സ്
അപ്പം നമ്മൾ ഫോഴ്സ് നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്ക് ഈ ഫോഴ്സിനെ കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഇപ്പോൾ ഫോഴ്സ് അവിടെ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു വസ്തുവിന് ചലനം സംഭവിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഡസ്റ്റർ, ഈ ഡസ്റ്ററിനെ അങ്ങോട്ട് നീക്കണമെങ്കിൽ എന്ത് പറ്റണം? അവിടെ ഒരു ഫോഴ്സ് നടന്നെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനൊരു മാറ്റം വരണം. ഇതിങ്ങനെ തന്നെ ഇരുന്നാലേ ഇതിന് വല്ല മാറ്റവും വരുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് പറ്റണം? അവിടെ ഒന്നുകിൽ അതിനൊരു സ്ഥാനമാറ്റം സംഭവിക്കണം. ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ് ആൻഡ് സീ ഇറ്റ്സ് ഇഫക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ആൻഡ് പീപ്പിൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ കിക്കിംഗ് എ ഫുട്ബോൾ, നമ്മൾ ഫുട്ബോൾ തട്ടുന്നു അല്ലേ. റോയിങ് എ ബോട്ട്, ദെൻ ഷാർപ്പനിങ് എ പെൻസിൽ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ബലം അപ്ലൈ ചെയ്യുമ്പോൾ, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിനെന്ത് പറ്റുന്നത്? ചേഞ്ച് സംഭവിക്കുന്നത്. ഹവർ ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് റിക്വയർഡ് ടു പെർഫോം ദീസ് ആക്ഷൻ ഡിഫർ. അപ്പോൾ എന്താണ് ഫോഴ്സ് എന്ന് മനസ്സിലായല്ലോ. ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പുഷ് ഓർ പുൾ ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ക്യാൻ മൂവ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നു. ഇറ്റ് ക്യാൻ സ്റ്റോപ്പ് എ മൂവിങ് ബോഡി, ഒരു മൂവിങ് ബോഡി സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റുന്നു. ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. ബട്ട് വി കനോട്ട് സീ ഫോഴ്സ്, നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. വി ക്യാൻ ഫീൽ ഇറ്റ്, നമുക്കതിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഓരോ വസ്തുക്കളിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഡിഫറെൻറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജ് ഓൾ യു ടേക്ക്. വി ക്യാൻ സീ ദ പിക്ചർ എ പോട്ടർ. പോട്ടർ എന്താ ചെയ്യുന്നത്? ദ പോട്ടർ ഇസ് മോൾഡിങ് ദ ക്ലേ ഓൺ എ റൊട്ടേറ്റിംഗ് വീൽ. ഒരു വീലിനകത്ത് ഇങ്ങനെ എന്ത് ചെയ്യാണ്? പോട്ട് മേക്ക് ചെയ്യാണ്. ആസ് ഹി മോൾഡ് ദ ക്ലേ ദ ഷേപ്പ് ഓഫ് ദ ക്ലേ ചേഞ്ച് ആൻഡ് ഇറ്റ് ഫൈനലി ബിക്കം എ പോട്ട്. അപ്പോൾ ആദ്യം എന്താണ് ഈ പോട്ടർ കൊടുക്കുന്നത്? കുറേ ക്ലേ ആണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ലാസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് എന്താ കിട്ടുന്നത്? പോട്ട്, ഇങ്ങനെ ഷേപ്പിലുള്ള ഒരു പോട്ട് കിട്ടും. അപ്പോൾ ഈ പോട്ടർ എന്തുപയോഗിച്ചാണ് അത് ചെയ്യുന്നത്? പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത് അല്ലേ. ഹെൻസ് ഫോഴ്സ് ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ക്ലേക്ക് എന്താ സംഭവിച്ചത്? അതിൻ്റെ ഷേപ്പാണ് ചേഞ്ച് ആയത്. ഓക്കെ, ലാസ്റ്റ് പിക്ചർ ലുക്ക്. ഇൻ ദിസ് പിക്ചർ എ സ്പാനർ ഇസ് ബീങ് യൂസ്ഡ് ടു ടേൺ ദ നട്ട്. അപ്പോൾ ഒരു നട്ടിനെ ഇങ്ങനെ എന്ത് ചെയ്യണം? ഊരിയെടുക്കണം. അപ്പോൾ എന്താണ് അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? ഒരു സ്പാനർ യൂസ് ചെയ്യാണ്. നമുക്ക് കൈ കൊണ്ട് ഊരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സ്പാനർ യൂസ് ചെയ്ത് അതിനിങ്ങനെ നന്നായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനിങ്ങനെ കറക്കി എടുക്കുകയാണ് അല്ലേ. ദ ഫോഴ്സ് ഈസ് ബീങ് അപ്ലൈ ടു ട്വിസ്റ്റ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് ദ ഹാർഡർ ദ പുഷ് ദ ഫർദർ ദ ഒബ്ജക്റ്റ് മൂവ്. എത്രത്തോളം ഹാർഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ പുഷ് കൊടുക്കുന്നു, അത്രത്തോളം ദ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. Pulling something has a similar impact. The harder the pull, the faster something moves along. അപ്പം ഒരുപാട് പുള്ളിങ് നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചു. ദ ഹാർഡർ ദ പുൾ ദ ഫാസ്റ്റർ സംതിങ് മൂവ്സ് അലോങ്. അപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ടോയ് കാർസും ടോയ് ട്രെയിൻസും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ അതിനകത്ത് ആ സ്പ്രിങ് നമ്മൾ ഇങ്ങോട്ട് പുള്ളി ചെയ്യുകയാണെങ്കിൽ എന്താണ്? അത്രത്തോളം ഫാസ്റ്റായിട്ട് അത് ഓടും ഇല്ലേ. ഫോർ എക്സാമ്പിൾ, യു മേ ഹാവ് സീൻ എ ചൈൽഡ് പുള്ളിങ് എ ടോയ് ട്രെയിൻ വിത്ത് എ ലോങ് സ്ട്രിങ്. അപ്പം എന്താണ്? ഒരു സ്ട്രിങ് ഉപയോഗിച്ച് നമ്മൾ ഇങ്ങോട്ട് പുള്ളി ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു? അത് കുറേ ദൂരം മൂവ് ചെയ്യുന്നു അല്ലേ. ടോയ് കാറും ടോയ് ട്രെയിനും ടോയ് എയറോപ്ലെയിനും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത് നമ്മൾ ഇങ്ങോട്ട് ബലം പ്രയോഗിച്ച് വിടുന്നതനുസരിച്ച് അത്രത്തോളം ദൂരം അത് ചെയ്യുന്നു. ദ ഹാർഡർ ദ ചൈൽഡ് പുൾസ് ദ ടോയ് ദ ഫാസ്റ്റർ ദ ടോയ് മൂവ്സ്. അപ്പം പുള്ളും ഒരുപാട് പ്രയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത്രത്തോളം അത് മുന്നിലോട്ട് മൂവ് ചെയ്യുന്നു. പുഷ് എന്താണ്? പുഷിൻ്റെ എക്സാമ്പിൾ എന്താണ്? ആ നട്ടിങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ, എത്രത്തോളം മൂവ് ചെയ്യണമെങ്കിൽ അത്രത്തോളം ബലം നമ്മൾ പ്രയോഗിക്കണം. അപ്പോൾ എന്താണ് ഫോഴ്സ് എന്ന് മനസ്സിലായല്ലോ ഈ ഒരു ക്ലാസ്സിൽ. ഫോഴ്സ് എന്താണ്? അപ്പോൾ സിമ്പിളാണ്. എ പുഷ് ഓർ പുൾ ആക്ടിങ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഫോഴ്സ്. ഫോർ എക്സാമ്പിൾ, ഫോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്? ഇറ്റ് ക്യാൻ മൂവ് ആൻ ഒബ്ജക്റ്റ്, പിന്നെ ഇറ്റ് ക്യാൻ സ്റ്റോപ്പ് എ മൂവിങ് ബോഡി, ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഫോർ എക്സാമ്പിൾ, കിക്കിംഗ് എ ഫുട്ബോൾ, റോയിങ് എ ബോട്ട്, ഷാർപ്പനിങ് എ പെൻസിൽ. പിന്നീട് എന്താണ്? ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും. അതായത് എന്തൊക്കെയാണ്? ഈ പോട്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ പോട്ടർ അല്ലേ. പോട്ടർ എന്താ ചെയ്യുന്നത്? പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ചു ആ ക്ലേയുടെ ഷേപ്പ് മാറ്റി ഫൈനലി ഹി മെയ്ഡ് എ പോട്ട് അല്ലേ, ഒരു പോട്ട് ഉണ്ടാക്കുന്നു. പിന്നെ സ്പാനർ എന്ത് ചെയ്യുന്നു? ആ നട്ടിനെ നമുക്ക് എന്ത് ചെയ്യണം? നട്ടിനെ കറക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു? സ്പാനർ ഉപയോഗിച്ച് അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ
here we have one true or false. We can do that. Page number 106. Take that. First one, a push or pull acting on an object is called force. Push or pull acting on an object is called force. Is it a true or false? That is a true. Then you can write there true. Okay. Page number 106 മൂന്നാമത്തെ ആക്ടിവിറ്റി ആണ് എന്ത്? ട്രൂ ഓർ false. First one, a push or pull acting on an object is called force. That is a true. Second one, you cannot change the shape of an object by applying force. നമ്മൾ പഠിച്ചു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു വസ്തുവിൻ്റെ ഷേപ്പിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യു കനോട്ട് ചേഞ്ച്, നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനേ പറ്റില്ല. എന്ത് വെച്ചാണ്? ഫോഴ്സ് അപ്ലൈ ചെയ്തു ഒരു വസ്തുവിൻ്റെ ഷേപ്പിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ദാറ്റ് ഈസ് എ ഫോൾസ് അല്ലേ. സെക്കൻഡ് വൺ ഈസ് എ ഫോൾസ്. Third one, we cannot stop a moving object by applying force. അപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഓൾസോ എ ഫാൾസ്. ഫോർത്ത് വൺ, വി കനോട്ട് ഫീൽ ഫോഴ്സ് ബട്ട് വി ക്യാൻ സീ ഇറ്റ്. നമ്മളെങ്ങനെ പഠിച്ചത്? വി കനോട്ട് സീ, ഫോഴ്സ് നമുക്ക് കാണാൻ പറ്റുമോ? വി കാൺ സീ ബട്ട് വി ക്യാൻ ഫീൽ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? വി കനോട്ട് ഫീൽ ആൻഡ് വി ക്യാൻ സീ ഇറ്റ്. അപ്പം ഹിയർ ഫോർത്ത് വൺ ഈസ് ഓൾസോ എ ഫോൾസ് അല്ലേ. അപ്പം ഇന്ന് ഇത്രയും നമുക്ക് പഠിച്ചു നിർത്താം. എല്ലാവരും എന്ത് ചെയ്യണം? ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യണം. ഈ ടെക്സ്റ്റിലുള്ള ആക്ടിവിറ്റീസ് എല്ലാവരും ചെയ്യണം. ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ട്, അതും ചെയ്തു വെക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.